നമസ്തേ സർ. നമസ്തേ. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏകപക്ഷീയമായിട്ട് ട്രംപ്. ശരിക്കും ഇതൊരു വെടിനിർത്തലാണോ അതെന്തെങ്കിലും മറ്റെന്തെങ്കിലും തന്ത്രമാണോ? ട്രംപ് പറയണതായിട്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു യഥാർത്ഥ വെടിനിർത്തൽ വന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. സംഭവിച്ചിരിക്കുന്നത് മറ്റെന്തൊക്കെയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ട്രംപ് പറയണതോ ലോകത്ത് വാർത്തകൾ വരുന്നതോ അല്ല സംഭവിക്കുന്നത്. വളരെ ഗുരുതരമായ ചില പരാജയങ്ങൾ അമേരിക്ക ഇസ്രായേലിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനങ്ങളും പ്രതിചലനങ്ങളും മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്ന വിഷയങ്ങൾ. അതായത് അമേരിക്ക 2 ദിവസം മുമ്പ് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തി. നമുക്കറിയാലോ, 4 ദിവസം മുമ്പ് ഒരു വിമാനം അവിടെ വെടിവെച്ചിട്ടു. സത്യം പറഞ്ഞാൽ ഇറാനടുത്തുള്ള പരിസര മേഖലകളിൽ അമേരിക്കയുടെ വിമാനങ്ങളും ഹെലികോപ്റ്ററും ഒക്കെ വെടിയേറ്റ് വീഴുന്നുണ്ട്. ഹെലികോപ്റ്ററുകൾ ഇറാൻ അതിർത്തി ഭേദിച്ച് വരാത്തതുകൊണ്ടാണ് ഇറാനിൽ പോയി വീഴാത്തത്. പക്ഷെ വേറെ സ്ഥലങ്ങളിൽ വീഴുന്നുണ്ട്. ഇതിനിടയ്ക്ക് എസ്ഫഹാനുള്ള സമ്പുഷ്ട യുറേനിയം എടുത്തു മാറ്റാനായിരിക്കണം അമേരിക്ക ശ്രമം നടത്തും. അമേരിക്ക ഇതിന്റെ ലൊക്കേഷൻ ശരിയായിട്ട് അറിഞ്ഞിട്ടാണോ അല്ലാതെയാണോ നടത്തിയതെന്ന് അറിയില്ല. പക്ഷെ അമേരിക്ക ശ്രമിച്ചത് ഒരു കരയുദ്ധത്തിനാണ്. ഈ കരയുദ്ധ ശ്രമം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഇറാനിലേക്ക് കയറുന്നതിന് പകരം അവരുടെ യുറേനിയം ഫാക്ടറിയിലേക്ക് കയറാനാണ് ശ്രമം നടത്തിയത്. അവിടെ നേരിട്ട് മിസൈൽ അടിക്കാതിരിക്കാൻ ഒരു കാരണം റഷ്യ കൊടുത്ത മുന്നറിയിപ്പായില്ല. മാത്രമല്ല അവിടുന്ന് ആണവീകരണമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതും പ്രശ്നമാണ്. എന്തായാലും ഇറാൻ തന്നെ ആരോപിക്കുന്നുണ്ട് അമേരിക്ക ശ്രമിച്ചത് ഞങ്ങളുടെ യുറേനിയം മോഷ്ടിക്കാനാണ്. അപ്പോൾ അമേരിക്ക പറഞ്ഞതും ഇറാൻ പറയുന്നതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അവിടെ വെറുതെ ഒരു പൈലറ്റ് വീഴുകയല്ല ചെയ്തത്. കാരണം ആലോചിച്ച് നോക്കൂ, ഈ പൈലറ്റിനെ രക്ഷിക്കാൻ പോയ ആൾക്കാർ അവിടെ ഒരു C-130 വിമാനം ചെന്നിറങ്ങിയെന്നും ഈ വിമാനത്തിന്റെ ചക്രം മണലിൽ കുടുങ്ങിയുകൊണ്ട് അമേരിക്കയ്ക്ക് ആ വിമാനം നശിപ്പിക്കേണ്ടി വന്നു. പിന്നെ വേറൊരു വിമാനം വന്നിട്ട് ഇവരെല്ലാം അതേ കയറി പോയി എന്നാ പറയണത്. ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് മണ്ടന്മാരായിരുന്നു. ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഒരു ഫ്രീ ഹാൻഡിൽ ഒരു വിമാനത്തിന് അവിടെ ഒന്ന് ഇറങ്ങാൻ പറ്റും? ഇത്രയും യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇറാന്റെ ഒരു മേഖലയിൽ, അതും ഒരു ആണവ റിയാക്ടർ ഉള്ള ഒരു സ്ഥലത്തിന്റെ പരിസരത്ത്, അവിടുന്ന് എത്ര ദൂരം ആയിക്കോട്ടെ അത്രയും ദൂരത്ത്, എന്ന് വെച്ചാൽ റീച്ചിലുള്ള ഒരു ദൂരം ആവണം. ഒരു 10-15 കിലോമീറ്റർ, ഒരു 25 കിലോമീറ്ററിലെങ്കിലും ആയിരിക്കണം. 150 കിലോമീറ്റർ ദൂരെയാണെങ്കിൽ അതൊക്കെ നടക്കാൻ പാടാം. കാരണം എന്ന് വെച്ചാൽ അവിടുന്ന് ഈ പരിസരത്ത് എത്തണം, അതിനുള്ള വാഹനങ്ങൾ വേണം, അവിടുന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് തിരിച്ച് അതുപോലെ തന്നെ റീച്ചെത്തി തിരിച്ചു പോകണം. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അമേരിക്ക ഒരു കമാൻഡോ ഓപ്പറേഷൻ ശ്രമിച്ചു. ആ കമാൻഡോസ് ഒക്കെ അങ്ങോട്ട് നീങ്ങി എന്നുള്ള വാർത്ത നമുക്ക് നേരത്തെ കിട്ടുകയാണ്. ഈ ഓപ്പറേഷൻ ഫെയിലായി. അവിടെ അമേരിക്കയുടെ 1ലധികം വിമാനങ്ങൾ ഇറാൻ വെടിവെച്ച് ചോദിച്ചു. ഇതാണ് സംഭവിച്ചിരുന്നത്. എന്തായാലും വിമാനം നഷ്ടപ്പെട്ടു എന്നുള്ളത് അമേരിക്ക സമ്മതിച്ചിട്ടുണ്ട്. C-130 ആണ്, വലിയ വിമാനമാണ്. നമുക്കറിയാലോ, നമ്മൾ റെസ്ക്യൂ ഓപ്പറേഷൻസിന് ഉപയോഗിക്കുന്ന അമേരിക്കയുടെ ഈ C-130 മാസ്റ്റർ വിമാനമാണല്ലോ, വലിയൊരു വിമാനമാണ്. അത് എന്ത് വന്നാലും ഏത് റഡാർക്കണ്ടും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വിമാനമാണ്. അപ്പോ സ്റ്റെൽത്ത് വിമാനങ്ങളെ ഇറാൻ വെടിവെച്ച് വീഴും. F-35 ഉൾപ്പെടെ വെടിവെച്ച് വീഴും. പാഞ്ഞു വന്ന് ബോംബിട്ട് പോകുന്ന സ്റ്റെൽത്ത് വിമാനത്തിന് വരെ വെടിയിട്ടുണ്ടെങ്കിൽ റെസ്ക്യൂ മിഷനുമായിട്ട് വരുന്ന നിരവധി പട്ടാളക്കാരെ വഹിച്ചുകൊണ്ട്, ഇല്ല കമാൻഡോകളെ വഹിച്ചുകൊണ്ട് വരുന്ന ഒരു C-130 അവിടെ കേടുപാട് വന്നാൽ അത്ഭുതപ്പെടാനില്ല. അപ്പം പറയുന്നത്, അവര് സാധാരണ രീതിയിൽ കമാൻഡോ ഓപ്പറേഷൻസ് വരുന്ന ആൾക്കാർ ആകാശത്ത് നിന്ന് പാരച്യൂട്ടിൽ ഇറങ്ങുമായിരിക്കും. ഇറങ്ങിയിട്ട് അവർ എങ്ങനെ തിരിച്ചു പോകണമെന്ന് ചോദിച്ചാൽ ഒന്നിൽ കര വഴി അവർക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ചെന്നിട്ട് അവർ വിമാനത്തിലോ കപ്പലിലോ കയറി പോകണം. അല്ലെങ്കിൽ അവിടെ ഒരു സൈഡുള്ള ഒരു വിമാനത്താവളം അവിടെ ഉപയോഗിച്ചിട്ട് കയറാൻ പറ്റണം. അപ്പം ഉപയോഗശൂന്യമായ ഒരു വിമാനത്താവളം ഉപയോഗിച്ചെന്നും അവിടെ മണലിൽ നിന്ന് ചക്രം പൊതിഞ്ഞു പോയെന്നും ഇറാൻകാർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ നശിപ്പിച്ചു എന്നും വേറെ വിമാനത്തെ അവർ പോയിന്ന് പറയണം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അമേരിക്ക അവിടെ കുടുങ്ങിയ ഒരു പൈലറ്റിനെ രക്ഷിക്കാനാണോ അതോ ഒരു പൈലറ്റിനെ രക്ഷിക്കാൻ തന്നെ പറ്റിയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 100ഓളം അമേരിക്കൻ പട്ടാളക്കാർ ആ മിഷനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുറെ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറെ പേര് പിടിക്കപ്പെട്ടിട്ടുണ്ടാവും. എനിക്ക് ബലമായ സംശയം തോന്നുന്നത് അമേരിക്കൻ പട്ടാളക്കാർ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്നു. അത് ഇറാന്റെ കയ്യിൽ പെട്ടിട്ടുണ്ട്. കാരണം ഇതുപോലെ വലിയ വിമാനം അവിടെ പകർന്നു വീണിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കുറച്ചുപേര് രക്ഷപ്പെടാനും, കുറച്ചുപേര് മരിച്ചിരിക്കാനും, കുറെ പേര് ബന്ദികളാവാനും സാധ്യതയുണ്ട്. അപ്പൊ ഇറാനാണെങ്കിൽ അങ്ങനെ കൂട്ടരെ കിട്ടിയാലും വെറുതെ വിടുന്നില്ല. അപ്പോൾ ഇവിടെയാണ് ഇതിന്റെ അടുത്ത നടപടിയുണ്ട്. കാരണം അമേരിക്കയ്ക്ക് പിന്നെ യുദ്ധത്തിന്റെ ശക്തി കുറയ്ക്കണം, ചർച്ചയിലേക്ക് പോകണം. ഇവരെ മോചിപ്പിക്കാനായിട്ടൊരു ചർച്ച. അത് ഇനി കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമല്ലോ. അതുകൊണ്ട് പാകിസ്ഥാനെ ആരാന്ന് വെച്ചാൽ പിടിച്ച് ചർച്ച നടത്തി അവരെ മോചിപ്പിക്കാൻ ശ്രമം നടത്തിക്കണം. ഏത് ചർച്ച ആര് നടത്തിയാലും അത് പാകിസ്ഥാൻ നടത്തിയെന്ന് പറയാൻ മാത്രമേ സത്യം പറഞ്ഞാൽ ട്രംപിന് താല്പര്യം. കാരണം പാകിസ്ഥാൻ എന്ന് വെച്ചാൽ ട്രംപിന്റെ വാലാട്ടിപ്പട്ടി മാത്രമാണ്. അങ്ങനെ രാജ്യം ചർച്ച നടത്തി തന്നെ. അപ്പോൾ എപ്പോഴാണ് ഈ പാകിസ്ഥാന്റെ പേര് ചർച്ചകളിലേക്ക് വന്നു തുടങ്ങിയെന്നറിയാവോ? അത് ഇന്ത്യ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ചർച്ച നടത്താൻ തുടങ്ങിയപ്പോഴാണ്
ട്രംപ് മനഃപൂർവ്വം പാകിസ്ഥാനിലേക്ക് വലിച്ചു വന്നത്. കാരണം ഇന്ത്യ ഇതില് ചർച്ച നടത്തി വിജയം ഉണ്ടാക്കുന്നത്. ഇന്ത്യയോ മോഡിയോ ട്രംപിന് ഇപ്പോൾ ഇഷ്ടമല്ല. മാത്രമല്ല ട്രംപിന്റെ അവകാശവാദം ഉണ്ടായിരുന്നു, ഇന്തോ പാക് യുദ്ധം നടത്തി നിർത്തിച്ചത് ട്രംപാണ് എന്നുള്ളത്. അത് ഇന്ത്യ സമ്മതിച്ചിട്ടില്ല. അതിന്റെ വിരോധം അവിടെ നിൽക്കുകയാണ്. പുള്ളി നോബൽ പ്രൈസ് ക്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു. അതൊന്നും ഇന്ത്യ സമ്മതിക്കുന്നില്ല, അവിടെ കിട്ടുന്നില്ല. അതിനിടയ്ക്ക് ഈ പുള്ളി യുദ്ധം ഉണ്ടാക്കി. ഇനി അയാളായിട്ട് ഉണ്ടാക്കിയ യുദ്ധം മോഡിയായിട്ട് നിർത്തിയാൽ അതിന്റെ നാണക്കേട് കുറച്ചൊന്നുമല്ല ട്രംപ്. അതുകൊണ്ടാണ് പാകിസ്ഥാനെ പിടിച്ച് ഇതിലേക്ക് കിട്ടുന്നത്. പാകിസ്ഥാനാണെങ്കിൽ എങ്ങാനും യുദ്ധം നിന്ന് കിട്ടിയാൽ അതെല്ലാം ഞങ്ങളുടെ ട്രംപേമാൻ പറഞ്ഞുകൊണ്ട് സംഭവിച്ചാണ്, ഞങ്ങൾക്കൊന്നും യാതൊരു പങ്കുമില്ലേ എന്നും പറഞ്ഞുകൊണ്ട് മറ്റേ പട്ടൈലർ സിനിമയിലെ തൊമ്മിയായിട്ട് മാറിയിരിക്കും. പാകിസ്ഥാനിന്റെ കാര്യത്തിൽ തൊമ്മിയൊക്കെ കൂടുതൽ വലിയ റോളൊന്നുമില്ല. അതാണ് അവസ്ഥ. ഒന്നുകിൽ അമേരിക്കയുടെ തൊമ്മി അല്ലെങ്കിൽ ചൈനയുടെ തൊമ്മിയായിട്ട് നിൽക്കാനേ പാകിസ്ഥാനെ കൊണ്ട് കിട്ടുള്ളൂ. അപ്പം തൊമ്മി പോയിട്ട് പട്ടേലറുമായിട്ട് അടി വയ്ക്കാൻ പോണതിന്റെ വേലിക്ക് പോയി അയ്യോ സാറേ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് വലിയ മധ്യസ്ഥർച്ച നടത്തുകയാണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കണമെങ്കിൽ നമ്മൾ സാധാരണ പോലെ കഞ്ഞിയും ചോറ് കഴിക്കുന്നവരാവരുത്, വേറെ വല്ലതൊക്കെ ആയിരിക്കാം. ഇതാണ് സത്യം പറഞ്ഞ പാകിസ്ഥാന്റെ അവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ള പാകിസ്ഥാനെ വെച്ച് ചർച്ച നടത്തിയെന്ന് പറഞ്ഞാൽ കേട്ടോ, ഇറാൻ തന്നെ പറയുന്നുണ്ട്. അപ്പം ഇതിന്റെ ചർച്ചയുടെ പല കാര്യങ്ങളും രഹസ്യമാണ്. 10 ആവശ്യങ്ങൾ മുന്നിൽ വെച്ചിട്ടുണ്ടാ പറഞ്ഞത്. ആ 10 ആവശ്യങ്ങൾ എന്തൊക്കെയാ ഉള്ളത്? യുറേനിയം സമ്പുഷ്ടീകരണം അനുവദിക്കണമെന്ന് ഇറാന്. ഇത് ഇസ്രായേലിനും അമേരിക്കയും അനുവദിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഹിസ്ബുള്ളയെ ഇനി അങ്ങോട്ട് ആക്രമിക്കരുതെന്നാ പറയുന്നത്. ഹിസ്ബുള്ളയായിട്ട് ആക്രമിക്കേണ്ട ഇസ്രായേലിന് ഒരു നിലനിൽപ്പില്ല. കാരണം ഹിസ്ബുള്ള ശരിക്കും ശക്തമായാലും ഇസ്രായേൽ വിറ്റൊന്നും ഉണ്ടാവില്ല. ഇതാണ് അവരുടെ സ്ഥിതി. ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് കൂടും കൊടുക്കുകയായിട്ട് അമേരിക്ക പൊക്കണം എന്നൊക്കെ പറയണത്, നഷ്ടപരിഹാരം തരണം എന്നൊക്കെ പറയണത്, ഇതൊന്നും അമേരിക്ക അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ ട്രംപ് പെട്ടെന്ന് വെടിനിർത്തൽ വന്നിരിക്കുന്നു ഞങ്ങളിങ്ങനെയാണ്. അത് ഇതിനെ ഇങ്ങനെ പറയണമെങ്കിൽ 2 കാരണങ്ങളാണ്. ഒന്ന്, സത്യം പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ മേശക്കടിയിൽ മറ്റെന്താണ് നടക്കുന്നത്. അപ്പം അതിനെ സംബന്ധിച്ച് വിവരങ്ങൾ വെളിവിടാൻ ഇപ്പൊ തയ്യാറില്ല. പിന്നെ അത് കൂടാതെ ട്രംപിന്റെ ഇപ്പോൾ ഈ അടുത്ത കാലത്തുള്ള സ്ഥിരം പരിപാടിയുണ്ട്. ഭയങ്കരമായിട്ട് ഭീഷണി ഉയർത്തും, ഇപ്പൊ യുദ്ധമുണ്ടാകുമെന്ന് തീരുമാനിക്കും. അതോടുകൂടി അമേരിക്കയിലെ ഷെയർ മാർക്കറ്റുകൾ ഊപ്പുകുത്തും. ഈ സമയത്ത് ട്രംപിന്റെ മരുമോൻ ഓടിപ്പോയി കുറെ അധികം ഷെയർ വാങ്ങി കൂട്ടും. അതൊരു 500 കോടിക്കോ 1000 കോടിക്കോ ഒക്കെ ഉള്ള ഷെയർ ഉണ്ടാവും. ഇത് കഴിഞ്ഞ് ട്രംപ് വേഗം തന്നെ സീസ്ഫയർ പ്രഖ്യാപിക്കും. ഈ യുദ്ധ സീസൺ തുടങ്ങിയതിനു ശേഷം 3ാമത്തെ 4ാമത്തെ സീസ്ഫയറാണ് ഇയാളിപ്പോ പ്രഖ്യാപിക്കുന്നത്. ആ ഓരോ സീസ്ഫയറിനും അമേരിക്കയിലെ ഷെയറിന്റെ വാല്യൂ കൂടും. ഒറ്റയടിക്ക് മരുമോൻ ഇതെല്ലാം കൂടെ വിൽക്കും. 1000 കോടി രൂപ ലാഭം. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പതിവായിട്ടുള്ള ഈ ഒരു അഭ്യാസം അവിടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ചൂണ്ടയിൽ കൊളുത്താനുള്ള ഒരു ഞാഞ്ഞൂലായിട്ട് പാകിസ്ഥാൻ ഉപയോഗിക്കും. അത്രയൊക്കെ ഉള്ളുകൂടെ സംഭവിക്കുന്നത്. ഇന്ത്യ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയുടെ നിന്നുള്ള ചുട്ട മറുപടി കിട്ടും. പിന്നെ അമേരിക്കയായിട്ട് ഇന്ത്യ പ്രത്യേകിച്ച് കാര്യത്തിൽ ചർച്ച നടന്നുണ്ടെന്ന് തോന്നുന്നില്ല. നാളെ എങ്ങനെ ഒരു യുദ്ധം തീർന്നു കിട്ടുകയാണെങ്കിൽ ട്രംപിന് സന്തോഷമായിരിക്കും. പക്ഷെ അത് ഇന്ത്യ വഴി തീർന്നു കിട്ടുന്നതോട് അദ്ദേഹത്തിന് വലിയ യോജിപ്പൊന്നുമില്ല. എന്തായാലും അതിനുവേണ്ടി പാകിസ്ഥാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഒരു വശത്ത് ഈ ചർച്ചകൾക്ക് വേണ്ടിയിട്ടുണ്ടാകും, മറുവശത്ത് ഇപ്പൊ ട്രംപിന്റെ കുടുംബത്തിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചർച്ചാ മാധ്യമമായിട്ടും കൂടെ ഇല്ല, അതിന് ചൂണ്ടയ്ക്ക് കൊടുത്ത ഞാഞ്ഞൂലായിട്ടും കൂടെ പാകിസ്ഥാൻ അവിടെ തന്നെ ഉണ്ട്. ഇത്രയൊക്കെ പറയാനുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ സാധാരണ തോന്നുന്നത് ഈ മണ്ടത്തരത്തിന് തലവെച്ച് കൊടുത്തിട്ട് ഇറാന്റെ വായി പോയിപ്പെട്ട അമേരിക്കൻ പട്ടാളക്കാരെ കുറിച്ച് ഓർത്തിട്ടാണ്. അവന്മാര് ഇടിച്ച് പിഴിഞ്ഞ് ഞെക്കി പിഴിയുണ്ടാവും ഓരോരോ കാര്യങ്ങളും രഹസ്യങ്ങളും അറിയാനായിട്ട്. അവന്മാരുടെ കൈപ്പെട്ട അറിയാലോ, അത്ര മോശമായിരിക്കില്ല സ്ഥിതി. ലോക പോലീസിന്റെ പട്ടാളം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ ഹോളിവുഡ് സിനിമകളിലെ നായകത്വം ഒന്നും യഥാർത്ഥ അമേരിക്കൻ പട്ടാളക്കാരനില്ല. അവൻ എവിടെയെങ്കിലും പോയാൽ വെടി കൊള്ളുള്ളൂ. ഹോളിവുഡ് സിനിമയിൽ ഇവർ അജയ്യന്മാരാണ്, ലോകത്താർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, അമാനുഷന്മാരാണ്, അതികായന്മാരാണ്. നേരവാളിന് വല്ലവന്റെ മുന്നിൽ ചെന്നാൽ നന്നായിട്ട് പണി മേടിക്കും. അയൺ ഡോമിന്റെ സ്ഥിതി പറഞ്ഞ പോലെയാണ്. ഈ ലോകത്ത് ഒരു മിസൈലോ ഒക്കെ വന്നാലും നേരവാളിന് പ്രതിരോധിക്കാം. ഡ്രോൺ വന്നാലും മിസൈൽ വന്നാലും വെടിയുണ്ട വന്നാലും പ്രതിരോധിക്കാൻ ഒരു പരിധി വരെ ഇന്ത്യക്ക് പറ്റും. ലോകത്ത് വേറെ ഒരു രാജ്യത്തിന് പറ്റില്ല. കൊട്ടിഘോഷിക്കപ്പെട്ട സാധനങ്ങൾ അമേരിക്കയ്ക്ക് ഇസ്രായേലിനും ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് ഉണ്ടായിരുന്നതിന്റെ 10 ഇരട്ടി സംവിധാനങ്ങൾ അവർക്കുള്ളത്. എന്നിട്ടും അവിടെയൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങളിലും ഈ ഇസ്രായേലിലും ഒക്കെ തുരിതൂര ഇറാന്റെ മിസൈൽ വന്ന് വീഴുകയാണ്. അപ്പൊ നന്നായിട്ട് അടിയും മേടിക്കുന്നുണ്ട്. അങ്ങനത്തെയുള്ള ഈ രാജ്യങ്ങൾ പറയുന്ന തട്ടിപ്പുകൾ എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ഒരു യഥാർത്ഥത്തിൽ ഇറാനിലാണെങ്കിൽ പോലും ഈ സീഫയർ വന്നപ്പം ആഹ്ലാദപ്രകടനം നടക്കുന്നുണ്ട്. കാരണം ഇറാൻ 10 നിർദ്ദേശം ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് അവർ പരസ്യമായിട്ടിട്ടേക്കണം. അതല്ല, അവരുടെ എക്സ് പ്രൊഫൈലൊക്കെ കാണാൻ പറ്റും. പക്ഷേ അമേരിക്കയെ അതിശക്തമായിട്ട് ആക്രമിക്കുകയും ഇറാനെ ബാക്കി വയ്ക്കില്ല എന്ന് പറഞ്ഞിടുന്ന ഒറ്റയടിക്ക് സീഫയറിലേക്ക് അമേരിക്ക പോയെങ്കിൽ അതിലെന്തോ ഒരു വിജയം ഉണ്ടല്ലോ എന്ന് മാത്രമേ ഇറാനിയൻ പട്ടാളം ഇറാനിയൻ പോലീസൊക്കെ വിചാരിക്കുള്ളൂ. അതിന്റെ പ്രതിഫലനങ്ങൾ ടെഹ്റാനിലെ തെരുവുകളിൽ കാണാനുണ്ട്. ജനങ്ങൾ കുറച്ചൊക്കെ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നുണ്ട്. നല്ല കാര്യം, ഇല്ല എന്നല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ പ്രയോഗിക്കുന്നതിന്റെ പുറകിലുള്ള യഥാർത്ഥ കാരണം എന്തായിരിക്കും? ഒന്ന്, ട്രംപിന്റെ ബിസിനസ് ബുദ്ധിയായിരിക്കും. ഷെയർ മാർക്കറ്റിലെ വാല്യൂ വേരിയേഷൻ അയാളുടെ ബിസിനസ് ബുദ്ധിക്ക് വേണ്ടി അനുകൂലമായിട്ട് ഉപയോഗിക്കുക എന്നുള്ള നമ്പറായിരിക്കും. രണ്ടാമത്തത്, അമേരിക്ക
പോയിപ്പെട്ടിരിക്കുന്ന കുറെ കൂടെ തീവ്രമായിട്ടുള്ള ഭീകരമായ പ്രശ്നം. അമേരിക്കയുടെ പട്ടാളക്കാർ ഇറാന്റെ കയ്യിൽ പെട്ടിരിക്കണം. എന്തായാലും ആ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുമ്പോൾ അവിടെ ഒന്നും പെട്ടിട്ടില്ല, ഇവന്മാര് ക്ലീൻ ആയിട്ട് ആളെ മോചിപ്പിച്ചുകൊണ്ട് പോയി എന്നൊക്കെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. വേറെ വല്ലയിടത്തും ഇപ്പം മഡ്രോയെ വെനിസ്വേലയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി എന്നുള്ളത് നമുക്കറിയാം. അവിടെ ഒരു ലാറ്റിൻ അമേരിക്ക രാജ്യമാണ്, അവർക്ക് നിലപാടിന് ആയുധങ്ങളും ഇല്ല, ഒന്നുമില്ല. അവിടേക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതുപോലല്ല 40 വർഷമായിട്ട് അമേരിക്കയായിട്ട് യുദ്ധത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു രാജ്യത്തോട് ഇടപെടുമ്പോൾ, അതും റഷ്യയുടെ ചൈനയുടെ ഫുൾ ഇന്റലിജൻസ് സപ്പോർട്ട് ഉള്ളപ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ പരോക്ഷ പിന്തുണ നൽകുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അവർക്കറിയാം ഒരു അവസാന യുദ്ധം വേണ്ടിവരും, ആ യുദ്ധത്തിൽ പലതും ഇല്ലാണ്ടാവും. അങ്ങനെ വന്നാൽ അതിൽ എത്രമാത്രം എതിരാളിയുടെ ശക്തി കുറയ്ക്കാൻ പാകത്തിന് പ്രഹരിക്കാൻ പറ്റുമോ അതിന് തയ്യാറായിട്ടിരിക്കുന്ന രാജ്യമാണ്. അങ്ങോട്ട് ഈസി ആയിട്ട് അവരുടെ മണ്ണിലേക്ക് കടന്നു കയറി റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തും എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സംഭവിച്ചത് അമേരിക്കയുടെ ഒരു വമ്പൻ പരാജയമായിരിക്കും. ഇറാൻ ഉന്നയിക്കുന്ന ആരോപണം തന്നെയായിരിക്കണം ശരി. ഇസ്ഫഹാനിലെ സമ്പുഷ്ട യുറേനിയം അടിച്ചു മാറ്റാനുള്ള അമേരിക്കൻ ശ്രമം, ഇറാൻ അതിനെ മോഷണം എന്നാണ് വിളിക്കുന്നത്. അതായത് അവിടേക്ക് സമ്പുഷ്ട യുറേനിയം റഷ്യക്ക് കൊടുക്കാം എന്ന് ഇറാൻ പറഞ്ഞിട്ട് പോലും യു എസ് സമ്മതിക്കില്ല, പറ്റില്ല, ഞങ്ങൾക്ക് വേണമെന്നാണ് പറയുന്നത്. അത് ധാർഷ്ട്യങ്ങളാണ് അത്തരം. അപ്പം ആ യുറേനിയം എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഇതോടുകൂടി ഇറാന്റെ ആണവായുധ ഭീഷണി ഇല്ലാതായി. ഇനി ഇറാനെ പേടിക്കേണ്ട, നമുക്ക് യുദ്ധം നിർത്താം, നമ്മൾ ലക്ഷ്യങ്ങൾ കൈവരിച്ചു, അവിടെ റെജിം ചേഞ്ച് ഉണ്ടായി, പഴയ ഖമനൈ കൊല്ലപ്പെട്ടു, നമ്മൾ ആണവായുധം എടുത്തു എന്ന് പറഞ്ഞിട്ട് അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാം. ഇതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് മണ്ടത്തരമാണെന്ന് തുറന്നു പറഞ്ഞ ജനറൽമാരെയൊക്കെ പിടിച്ച് പുറത്താക്കി. അങ്ങനെ 12ഓ 13ഓ ജനറൽമാർ വെളിയിലായി. അതിനുശേഷം പിന്നെ ഏതോ മണ്ടൻ മുകളിൽ കയറി ഇരുന്നിട്ട് ഇതിന് അനുമതി കൊടുത്തിട്ടുണ്ട്, പട്ടാളത്തിന്റെ മുകളിൽ ഇരുന്നിട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നടന്ന ഓപ്പറേഷൻ മൊത്തത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, അമേരിക്കയുടെ കയ്യിൽ നിന്ന് പോയി. അമേരിക്കൻ പട്ടാളക്കാർ ഇറാന്റെ കയ്യിൽ പെട്ടിട്ടുമുണ്ട്. ഇനി ഇവരുടെ കാര്യം എന്താവുമെന്ന് കണ്ടറിയാം. അതാണ് സ്ഥിതി. അതുകൊണ്ട് ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വെടിനിർത്തൽ എന്നുള്ളത് ഗൗരവമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തൊട്ടുപുറകെ ഇനി പ്രശ്നങ്ങൾ ഉണ്ടായിന്ന് വരാം. അമേരിക്കൻ പട്ടാളക്കാർക്ക് എന്തുണ്ടായാലും കുഴപ്പമില്ല, ഞങ്ങൾ കയറി അടിക്കുന്നതുകൊണ്ട് ഇസ്രായേൽ അവിടെ വീണ്ടും അടിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ തിരിച്ച് നല്ല അടി ഇറാന്റെ അവർ കിട്ടുകയും ചെയ്യും. അതായത് അവിടെ സീസ് ഫയർ ഉണ്ടായിട്ടില്ല. ബഹ്റിനിലും കുവൈറ്റിലും ഒക്കെ ഇന്ന് രാവിലെയൊക്കെ നന്നായ രീതിയിൽ അറ്റാക്ക് ഇറാന്റെ വക ഉണ്ടായി. ഇറാൻ സീസ് ഫയർ സംഭവിച്ചുകൊണ്ടാണെങ്കിൽ അറ്റാക്ക് നിൽക്കാറുണ്ട്, പക്ഷെ അറ്റാക്ക് ഉണ്ടാവണം, നല്ല രീതിക്ക് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ഇറാൻ ഔദ്യോഗികമായിട്ട് പറയണം ഞങ്ങൾ വെടി നിർത്തിയിരിക്കുന്നു എന്ന്. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഗൾഫ് രാജ്യങ്ങളിൽ നല്ല രീതിയിൽ ആക്രമണ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിലും ആക്രമണം ഉണ്ടാവും. കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിലെ മൊസാദിന്റെ കേന്ദ്രം തന്നെ ഇവർ തകർത്തുള്ളതാണ്. അവിടുത്തെ ഏറ്റവും വലിയ എയർപോർട്ട് തകർത്തു, ഏറ്റവും വലിയ F-35 കേന്ദ്രം തകർത്തു, നിരവധി F-35 നശിച്ചുപോയി. അവരുടെ റിഫൈനറി തകർത്തു, അവരുടെ സ്റ്റീൽ ഫാക്ടറി തകർത്തിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ വരെ ഇസ്രായേലിന് കാര്യമായിട്ടുള്ള വിഘാതങ്ങൾ ഉണ്ടാകുന്നു. അവിടെ സിവിലിയൻ യൂസിന് വേണ്ട ഒരൊറ്റ എയർപോർട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇരട്ട പൗരത്വമുള്ള ഇസ്രായേലികളൊക്കെ ജോർദാൻ വഴി വിദേശ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടുകയാണ്. ഇസ്രായേലിലുള്ള അമേരിക്കൻ പൗരന്മാരുടെ രക്ഷപ്പെടാൻ നേരത്തെ തന്നെ അമേരിക്ക പറഞ്ഞു 2 ആഴ്ച മുമ്പ്. അവർ രക്ഷപ്പെട്ടു. പുറകെ ഇസ്രായേലികളും വിട്ടുകൊണ്ടിരിക്കുന്നു. പണക്കാരായിട്ട് ഇസ്രായേലികൾ ആരും തന്നെ ഇപ്പോൾ ഇസ്രായേലില്ല. ഗൾഫ് മേഖലയിലെ വലിയ പണക്കാർ തന്നെ ആരും അവിടെ ഇല്ല. എല്ലാവരും യൂറോപ്പും അമേരിക്കയൊക്കെ ആയിട്ട് മാറി. ചുരുക്കത്തിൽ പെട്ടുപോയിരിക്കുന്നത് അവിടുത്തെ സാധാരണ മനുഷ്യരാണ്. അവിടെ എപ്പോഴാണോ ഹിസ്ബുൾ അങ്ങോട്ട് ഇടിച്ചു കയറുന്നത് അവിടം വരെ അവർക്കും ആയുസുള്ളൂ എന്നുള്ളതാണ് അതിന്റെ കഷ്ടം. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാര് ബലി കൊടുത്തോണ്ട് അമേരിക്ക നടത്തുന്ന നാടകങ്ങളില് ഇപ്പൊ അമേരിക്കൻ പട്ടാളം നേരിട്ട് ചെന്ന് പെട്ടു. അവരുടെ ആൾക്കാർ ഉറപ്പായിട്ട് ഇറാനെ പിടിപ്പെട്ടിട്ടുണ്ടാവണം. ബുദ്ധിയും ബോധമുള്ള ഒരു രാജ്യവും യുദ്ധാന്തരത്തിൽ കാണിക്കാത്ത ഒരു പരിപാടിയാണ് ഇപ്പോൾ കാണിച്ചത്. അത് എന്ത് തരത്തിലുള്ള ബുദ്ധിയുടെ പുറത്താണ് ഇത്തരം മിലിറ്ററി മൂവ്മെന്റ് ഓർഡറുകൾ കൊടുത്തെന്ന് മനസ്സിലാവില്ല. ബുദ്ധിയില്ലായി കൊണ്ട് തന്നെ ആവണം. ഇതെല്ലാം ദ ബാറ്റ്മാൻസ് ഗെയിംസ് എന്ന് നമ്മൾ പറയേണ്ടി വരും. സാന്തന്റെ കളികൾ. ഇതാണ് അവസ്ഥ. ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിൽ അമേരിക്ക ഇനി എങ്ങനെ രക്ഷപ്പെടും എന്ന് കണ്ടറിയണം. കാരണം ഇപ്പൊ ലിവറേജ് ഇല്ലാണ്ടായി ഉള്ളത് ഇറാനാണ്. ഇതിനൊക്കെ ഇടയ്ക്ക് ട്രംപിനേക്കാളും വലിയൊരു കോമഡിയെ കുറിച്ച് ഞാൻ അറിയാണ്ട് ചിന്തിച്ചു പോകുന്നു. അതിന്റെ പേര് യുണൈറ്റഡ് നേഷൻസ് അഥവാ ഐക്യരാഷ്ട്ര സഭ എന്നാണ്. ആ നോക്കൂത്തി കൊണ്ട് എന്ത് കാര്യമാണോ ഉള്ളത്? തീർച്ചയായും സർ. നന്ദി സർ.